ആദ്യായത്തിൽ തന്നെ വൽ അസ്ർ എന്ന് അള്ളാഹു സത്യം ചെയ്തേക്കുന്നത്. സമയം തന്നെ സത്യം. ഒരു മനുഷ്യന്റെ മൂലധനം, ക്യാപിറ്റൽ, പണമല്ല, കുടുംബമല്ല, വാഹനമല്ല, ആൻഡ്രോയിഡ് സംവിധാനങ്ങളല്ല, ആരോഗ്യമല്ല, സൗന്ദര്യമല്ല, അധികാരമല്ല, സൗരഭ്യങ്ങളല്ല, സമയമാണ്. സമയമുണ്ടെങ്കിൽ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് ഒരു സെക്കൻഡ് അള്ളാഹു കണക്കാത്തത് വാങ്ങാൻ പറ്റില്ല. ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരന്റെ തലയിലേക്ക് റോഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള പഴുത്ത ചക്ക വീണിട്ട് മരിച്ചിട്ടുണ്ട്. ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്റ്റഡ് ടു ഡിക്കേ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹ് കണക്കാക്കിയ മിനിറ്റിൽ, മൈക്രോ സെക്കൻഡിൽ വീണുപോകും നീ. 100 രോഗികൾക്കാണ് ഒരു ദിവസത്തെ പെർമിഷൻ കൺസൾട്ടിങ്. 60 രോഗികൾ വന്ന് 61ാമത്തെ രോഗി ഡോക്ടറുടെ റൂമിലേക്ക് കയറുമ്പോൾ ഡോക്ടറെ കാണാനില്ല. ഇയാൾക്ക് തന്നെ ഒരു ഭയം ഉണ്ടായി. നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഡോക്ടർ കുഴഞ്ഞു വീണിട്ടുണ്ട്. ആ 40 രോഗികൾ ബാക്കിയിരിക്കെ ആ രോഗികളുടെ മുന്നിലൂടെ ആ ഡോക്ടറെ കൊണ്ടുപോവുക. കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് മയ്യത്തായ ഡോക്ടറെ. ഈ രോഗികളെ കൺസൾട്ടിങ് നടത്തി പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിട്ട് രോഗം മാറ്റേണ്ട ഡോക്ടർ മരിച്ചിരിക്കുന്നു. ഈ രോഗികൾ ആരോഗ്യത്തോടെ തിരിച്ചു പോകുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഥ. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് അതുകൂടെ പനി കൂടി ബാധിച്ച് ഡോക്ടറെ അടുത്ത് കൺസൾട്ടിങ്ങിന് ട്രീറ്റ്മെന്റിന് പോയപ്പോഴാ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ ഡോക്ടറുടെ ഒരു കൺസൾട്ടിങ് വർത്തമാനം, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. ചെറിയൊരു എന്തിനാ പനി ബാധിച്ചതിനെന്തിനാ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണത്? എന്തിനാ? ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാൻസർ സെന്ററിൽ ബ്ലഡ് സാമ്പിൾ ഒന്ന് തീർന്നു. ഇനി ഇൻസ്റ്റ തുറക്കൂല നമ്മൾ. ഇനി എന്ത് സ്നാപ്ചാറ്റ്, ഇനി എന്ത് വാട്സപ്പ്, ഇനി എന്ത് യൂട്യൂബ്, ഇനി എന്ത് വൃത്തികേടുകൾ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാൻസർ, ബ്ലഡിന്റെ സാമ്പിൾ, ഈ വർത്തമാനങ്ങളിൽ തീർന്നു പോകുന്നതാണ് നമ്മൾ. പിന്നെന്താ അഹങ്കരിക്കാനാ വകുപ്പ്? എനിക്ക് 2 വണ്ടി ഉണ്ടെന്നും 2 കാർ ഉണ്ടെന്നൊക്കെ പറയാൻ എന്ത് വകുപ്പാ ഉള്ളത്? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപദേശം ഫലിക്കണോ? സമയത്തെ പരിഗണിക്കണം. സമയത്തിന് വില ഇല്ലാത്ത ഒരു മനുഷ്യൻ നന്നാവാൻ പോണില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ ഇസ്ലാമിൽ വന്ന് ഇസ്ലാമിലായി ജീവിച്ച് നന്നാവുക എന്ന് പറഞ്ഞാൽ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വിവാദങ്ങളുടെ ഈറ്റില്ലമാണ്. എപ്പോഴും പ്രശ്നങ്ങളാണ്. ഓരോ ഗ്രൂപ്പുകൾ അങ്ങനെയാണ്. എല്ലാ ഗ്രൂപ്പിലും ചർച്ചയിൽ ഇടപെടാനും മുഴുവൻ വോയിസുകളും വീഡിയോയും ഡൗൺലോഡ് ചെയ്ത് കേൾക്കാനുമുള്ളതല്ല മുഅ്മിനെ നിന്റെ സമയം. അല്ല, അതിനുള്ളതല്ല നമ്മളെ സമയം. ആവർത്തിച്ച് പറയുകയാണ്, സമയം തന്നെ സത്യം. സമയത്തെ പരിഗണിക്കൂ, നീ വിജയിക്കൂ. ഇതാണ് ഈ സൂറത്തിന്റെ 1ാമത്തെ പ്രമേയം. ഒരു മനുഷ്യൻ മരിക്കാനായി അയാൾക്ക് തന്നെ മനസ്സിലായില്ല ഞാൻ മരണത്തോട് അടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അയാൾ വിളിച്ചു ചോദിക്കുന്ന ഒരേ ഒരു യാചന മാത്രമാണുള്ളത്. ലൗലാ ഖർതനി, അല്ലാഹുവേ എന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാവോ, എന്നെ ഒന്ന് പിന്തിക്കാവോ. എന്താ വേണ്ടത് മോനെ? മരിക്കണ ആളോട് എന്താ വേണ്ടത്? ഇല അജൽ, കുറച്ച് സമയം തരാവോ? കുറച്ച് മീൻസ് വാട്ട് യു മീൻ? എത്ര സമയം വേണം? 1 മണിക്കൂർ? അതൊന്നും തരമില്ല. കാമണിക്കൂർ തരാവോ? ഇല്ല. 1 മിനിറ്റ് തരാവോ? ഇല്ലില്ല. ഇലാ അജലിൻ ഖരീബ്, എന്നാ 1 സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡ് തരി. അല്ല, 1 സെക്കൻഡൊക്കെ ഇപ്പൊ കിട്ടിയിട്ട് എന്ത് വേണം? എന്ത് കിട്ടാനാ? അല്ല, ഒരു സുബ്ഹാനല്ലെങ്കിലും ചൊല്ലാലോ. ഓഹോ, അപ്പോൾ ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പിൽ 12:30, 1:30, 3:30 ഒക്കെ വരെ ജീവിക്കുമ്പോൾ ഈ ചിന്തയൊന്നും ഉണ്ടായില്ലല്ലോ. അന്ന് തന്ത് വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കല്ലേ ഇത്? എവിടെ പോയി ഇതൊക്കെ? ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്. കണ്ടോ, ഖുർആൻ നമ്മളോട് ഇത് പറയണത് എന്തിനാണെന്നറിയോ? സമയത്തെ പരിഗണിക്കാത്തവന്റെ ജീവിതത്തിൽ വിജയമില്ല.
മരിക്കണ സമയത്ത് യാചിച്ചു നോക്കും, ഒരു സെക്കൻഡ് തരാവോ അല്ലാ എന്ന്. ഇല്ല മോനെ, കിട്ടാൻ പോകണില്ല. അല്ല കണക്കാക്കിയ സമയത്ത്, അള്ളാഹു കണക്കാക്കിയ സ്ഥലത്ത് വെച്ച്, അവിടെ വെച്ച് നീ മരണപ്പെടും. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. എന്നിട്ട് ഇപ്പം ഈ സമയമൊക്കെ തന്നിട്ട് നീ എന്താക്കാനാ? ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ. എന്തേലും നല്ലതൊക്കെ ചെയ്തിട്ട് സ്വർഗത്തേക്ക് പോകാം. അപ്പോൾ ഉറൂസിൽ 17 ദിവസത്തെ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ എത്ര ഉസ്താദുമാരാ പറഞ്ഞേക്കുന്നത് പള്ളിയുടെ പുനർനിർമ്മാണമുണ്ട്, വല്ലതും കൊടുക്കണം എന്ന്. അന്ന് ഈ ചിന്തയൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പം എന്താ ഇപ്പൊ ഒരു ചിന്ത? ടൈം തീർന്നു പോയി, ടൈം ഈസ് ഓവർ, അസ്രായീൽ പിടിച്ചോളി. അന്ന് നമുക്ക് ചാൻസ് ഇല്ല. ഉള്ള കാലത്ത് പണിയെടുത്ത് ജീവിക്കണം. ഇനി ഒരാൾ പരലോകത്തെത്തിയാലോ? അയാൾ നരകത്തിലാണെങ്കിൽ വഹും യസ്തരിഖൂൻ. സൂറത്തുൽ ഫാത്തിറിൽ അതാ പറയാ, വഹും യസ്തരിഖൂൻ. അയാൾ അട്ടഹസിക്കും, അട്ടഹസിച്ച് വിളിച്ചു കൂവും നരകത്തിൽ. എന്താ അയാൾ പറയാ? റബ്ബനാ റബ്ബനാ, ഓ റബ്ബേ. അപ്പൊ അല്ലാഹ് എന്താടോ കുറെ നേരമല്ലോ വിളിക്കണത്? അഖ്രിജ്നാ, ഈ നരകത്തുനിന്നൊന്ന് പുറത്തെടുക്കാവോ? എന്തിനാണോ? എന്നിട്ട് നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എന്ത് കിട്ടാനാ? വീടാണോ? അല്ല വാഹനമാണോ? അല്ല ഭാര്യയാണോ? അല്ല പറമ്പാണോ? ഏക്കറയാണോ? സ്വത്താണോ? അല്ല അക്കൗണ്ടാണോ? ലോക്കറാണോ? എന്താ വേണ്ടത്? അല്ല, ഇതൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ലെന്ന് ഇപ്പം ബോധ്യായി. പിന്നെന്തിനാ ഇപ്പം വിളിച്ച് ചോദിക്കണത്? അഖ്രിജ്നാ, എന്നെ ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കാവോ? എന്നിട്ട് നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എന്ത് വേണം? കുറച്ച് സമയം തരാവോ? അന്നയാൾ അട്ടഹസിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിക്കേ, അന്നയാൾ അട്ടഹസിക്കും. ഖുർആനാ പറയണത്. വഹും യസ്തരിഖൂൻ, അവരെ അട്ടഹസിച്ച് ചോദിക്കും, റബ്ബന അഖ്രിജ്നാ, ഈ നരകത്തുനിന്നൊന്ന് പുറത്തെടുക്കാവോ? എന്നിട്ട് പണമല്ല, പറമ്പല്ല, അധികാരമല്ല, വാഹന സൗകര്യങ്ങളല്ല, സമയം തരാവോ? അടിച്ചു പൊളിച്ച് തീർത്ത സമയങ്ങൾ അന്നാണ് നമുക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാവുക. എന്നിട്ട് സമയം കിട്ടിയിട്ട് നീ എന്തു ചെയ്യാനാ? അപ്പം അയാളുടെ മറുപടി, നഅമൽ സ്വാലിഹ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതൊക്കെ വെറുതെ. നീ വീണ്ടും ദുനിയാവിലേക്ക് പോയാൽ പുതിയ മൾട്ടിമീഡിയ സംവിധാനങ്ങളിലൂടെ ഇൻസ്റ്റയിലെ അല്ലെങ്കിൽ റീൽസിലെ കാലം നീ തീർക്കുമെന്നല്ലാതെ അല്ല. ഞാൻ പണ്ട് ചെയ്ത ഒരു പൊട്ടം കളിയും ഞാൻ ചെയ്യൂല. ഞാൻ നന്നാവും റബ്ബേ, ഞാൻ നന്നാകും. വിളിച്ചു ചോദിക്കുന്ന വർത്തമാനങ്ങളുടെ വിശദീകരണങ്ങളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത ഒരു പൊട്ടത്തരും ഞാൻ ചെയ്യില്ല. എനിക്ക് മനസ്സിലായി, ഓരോ ദിവസം 200-300 റീൽസുകൾ കണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ആയുഷ്കാലം വെറുതെ തീർന്നുപോയി എന്നെനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ആ പൊട്ടത്തരത്തിലേക്ക് പോകൂല. പ്ലീസ് ഒന്നെന്നെ ദുനിയാവിലേക്ക് തിരിച്ചയച്ച് കുറച്ച് സമയം ആയുഷ്കാലം നീട്ടിത്തരാവോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വാഭാവികമായ ചോദ്യം അല്ല, ഒരു ചോദ്യം, ഒറ്റൊരു ചോദ്യം, അതിനുത്തരം തന്നാൽ മതി. പിന്നെ പണ്ട് നിനക്ക് ഈ ആയുഷ്കാലം ഒന്നും കിട്ടിയിട്ടില്ലേ? നിന്റെ വർത്തമാനം കേട്ടാൽ നീ മറ്റേ പ്രസവിക്കപ്പെട്ട ഉടനെ മരിച്ചിട്ട് നരകത്തിലെത്തിയ പോലെ ഉണ്ടല്ലോ. അന്നൊന്നും കിട്ടാത്ത ഒരു ഫീലിംഗ്. ന്യൂ ബോണായി പ്രസവിക്കപ്പെട്ട ഉടനെ പേരിടുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളെ പോലെയുള്ള വർത്തമാനാണല്ലോ നീ പറയണത്. അന്ന് നിനക്ക് ആയുഷ്കാലം ഒന്നും കിട്ടിയില്ലേ? അപ്പോൾ ഒരു ചെറുക്കൻ്റെ വർത്തമാനം എന്താടാ നിനക്ക് പറയാനുള്ളത്? ടെൽ മീ, പറയ്. ഞാൻ 18-ാം വയസ്സിലാണ് മരിച്ചത്. +2 ഒക്കെ കഴിഞ്ഞ് സെൻഡ് ഓഫിൽ അടിച്ചു പൊളിയും കഴിഞ്ഞിട്ട് ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് റൈഡ്സ് നടത്തുമ്പോൾ അങ്ങനെ ആക്സിഡൻ്റ് ആയതാ. കാര്യമായിട്ട് നന്നാവാനൊന്നും കഴിഞ്ഞിട്ടില്ല. സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞ് അടിച്ചു പൊളി ആഘോഷമൊക്കെ കഴിഞ്ഞ് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ഒക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് നന്നാവാന്നൊക്കെ കരുതിയതാ. ഒന്നും നടന്നിട്ടില്ല, പെട്ടെന്നങ്ങ് മരിച്ചത്. ഓഹോ, അങ്ങനെയാണല്ലേ. മാഡം എന്താ പറയാനുള്ളത്? ഞാനേ എൻ്റെ ഡിഗ്രി കാലത്ത് അങ്ങനെ മരിച്ചു പോയതാ. പിന്നീട് നന്നാവണം, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ശരിയാവണം, സൂഫിയായ ജീവിതമൊക്കെ നയിക്കണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഗെയിം ഈസ് ഓവർ, കളി തീർന്നുപോയി. അത് ശരി. അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സ്? ഞാൻ 22-ാം വയസ്സിൽ മരിച്ചു. ഈയോ 18-ാം വയസ്സിൽ മരിച്ചു.
ചുരുക്കത്തിൽ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം കാര്യമായ ആയുഷ്കാലമൊന്നും ദുനിയാവിൽ കിട്ടിയില്ല, സോ വി കുഡിൻറ്റ്, നമുക്ക് നന്നാവാനുള്ള സാധ്യതകൾ കിട്ടിയില്ല, അതല്ലേ പറയണത്? അതെ അതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ മുന്നിൽ ഒരു മനുഷ്യന് മറുപടി പറയാൻ പറ്റില്ല. ചോദ്യം എന്താ പറയുക? സാർ എത്ര വയസ്സ് പറഞ്ഞത്? 18. മാഡം 22. 15 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ട്, പ്ലസ് 3 കൊല്ലം നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പറഞ്ഞത്? 22. 20 വയസ്സുള്ള 10,000 ആയിഷമാർ, ഫാത്തിമമാർ സ്വർഗത്തിലുണ്ട്, പ്ലസ് 2 കൊല്ലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവലം നുഅമ്മിറുകുമാ യതദക്കറു ഫീഹി മൻ തദക്കർ, നന്നാവേണ്ട കാലമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതേ കാലവും ഈ കാലത്തേക്കാൾ കുറവ് കിട്ടിയ കാലക്കാരും സ്വർഗത്തിൽ ആയിരക്കണക്കിനുണ്ട്. ആ കാലം നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. വജാഅകുമുൻ നദീർ, ഈ ആയത്തോതിയിട്ടുള്ള വഅളും നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്ന് രാത്രി എത്ര മണിക്കാണ് ഇൻസ്റ്റ ഓഫാക്കിയത്? റീൽസിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്? ഓരോ ദിവസവും വാട്സപ്പിൽ നിന്ന് എപ്പോഴും ഇറങ്ങും? ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പിൽ എന്നാണോ ഉണ്ടാവുക? വജാഅകുമുൻ നദീർ, ഈ വഅളുകൾ മുഴുവനും കേട്ടിട്ടില്ല മോനെ? ഇല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് 18-ാം വയസ്സിലോ 19-ാമത്തെ വയസ്സിലോ വല്ല ആക്സിഡൻറ്റിലോ മരിച്ചുപോയ ഒരു ചെറുക്കൻ, ഉദാഹരണം, അവൻ്റെ ഏട് ഇങ്ങനെ വായിക്കേണ്ടി വരുമല്ലോ, വായിക്കും. വയസ്സ് ഇത്ര, 18, പേര് ഇന്നത്. 15-ാം വയസ്സിൽ പ്രായപൂർത്തിയായി. അതൊന്നും എനിക്കറിയേണ്ടതില്ല. ആ 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കർമ്മങ്ങൾ വായിക്കും. ഇഖ്റ കിതാബക്, റീഡ് യുവർ ബുക്ക്. 3 കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചത്. യെസ്, ഇനിയുള്ളത് വായിക്കും. 3 കൊല്ലം കൊണ്ട് 2,48,236 വീഡിയോസ് യൂട്യൂബ്, ഇൻസ്റ്റ, റീൽസ് വഴി കണ്ടു. യെസ്, വരട്ടെ. ഇതല്ലാതെ നമ്മുടെ തലമുറ എന്ത് വായിക്കും? എന്താ വായിക്കുക? പറയൂ. വലാസർ, സമയം തന്നെ സത്യം. കാലത്തെ സത്യം ചെയ്ത് അള്ളാഹുവിന്റെ ചോദ്യമാണ്, മോനെ നിനക്ക് വിജയിക്കണോ? വലാസർ, സമയത്തിന് നീ പ്രാധാന്യം കൊടുക്കൂ. പണം കടം വാങ്ങാം, കടം കൊടുക്കാം. എനിക്ക് ഇത്ര പണം ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ടാവുന്ന ഒരു 10 ദിവസത്തിൻ്റെ മുന്നേ ചോദിക്കുമ്പോൾ തന്നാൽ മതി. നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തോളി, കൊടുക്കാം. പക്ഷെ സമയം കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഇന്ന് സമയം ആവശ്യമില്ല, അതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു അരമണിക്കൂർ കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ഇന്ന് എക്സ്ട്രാ കുറച്ച് സമയം വേണം. ആരോടെങ്കിലും കടം വാങ്ങാൻ പറ്റുമോ? ഇല്ല. പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാം, സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. സമയം നഷ്ടപ്പെടുത്തുന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ഓ ചെറുപ്പക്കാരികളെ, നമ്മുടെ ആയുസ്സിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇനിയും പുതിയ പുതിയ മോഡലുകൾ, ഗെയിമുകളും കളികളും വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളും നമ്മുടെ കൈവെള്ളയിൽ എത്തും. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. വൽ അസ്റിന്റെ ഒന്നാമത്തെ അർത്ഥമാണത്. സെക്കൻഡ്, വൽ അസ്ർ, കാലം തന്നെ സത്യം. എന്താണ് അങ്ങനെ കാലം സത്യം ചെയ്യാനുള്ള കാരണം? എന്താ അതിൻ്റെ കാരണം? കാലത്തെ വായിക്കുന്ന ഒരു മനുഷ്യൻ നന്നാവുമെന്നുള്ളത് തീർച്ചയാണ്. കാലത്തെ വായിക്കുന്ന മനുഷ്യൻ നന്നാവുമെന്നുള്ളത് തീർച്ചയാണ്. അതെ, ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് വേഗത്തിൽ ഹൃദയം ശുദ്ധിയാക്കാൻ പറ്റും. കാരണം ഇന്നലകളിൽ അമ്പിയാക്കളെ പരിഹസിച്ചും ഔലിയാക്കളെ കളിയാക്കിയും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിയും തങ്ങന്മാരെ കുറവാക്കിയും അഹങ്കാരികൾ നാടുവാണ ഒരു കാലം ഏത് നബിമാരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ അഹങ്കാരികളൊക്കെ നിലംപതിച്ചു പോയിട്ടുണ്ട്. കാലം അവർക്ക് തക്ക മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ വന്നിരുന്നു ഇവിടെ? ആണി കൊണ്ട് ശിക്ഷിക്കുന്ന ഫറോവ ഉണ്ടായിരുന്നില്ലേ? എത്ര ആയിരം കുട്ടികളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഫറോവ. എന്തിന്? ഒരു കുട്ടി ജനിക്കുന്നുണ്ട്, ആ കുട്ടി തൻ്റെ അധികാരത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചതിൽ വിശ്വാസമർപ്പിച്ച് മൂസാ നബി എന്ന കുട്ടിയെ ഭയപ്പെട്ടുകൊണ്ട് ഫറോവ ആയിരക്കണക്കിന് ചെറിയ ചെറിയ മക്കളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ
എന്നിട്ട് ഏത് കുട്ടിനെയാണോ ഫിറോൻ പേടിച്ചിട്ട് ഇത്രയും കുട്ടികളെ കൊന്നത്, അതേ കുട്ടിനെ ഫിറോൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി. അപ്പോൾ ഈ കുട്ടിക്ക് പാൽ കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. മുലപ്പാലുള്ള സ്ത്രീകൾക്കൊക്കെ ആഡ് പോയി, പരസ്യം പോയി. രാജാവ് വളർത്തുന്ന ദത്തെടുത്ത കുട്ടിക്ക് ആരെങ്കിലും പാൽ കൊടുക്കാനുണ്ടോന്ന് നിരനിര സ്ത്രീകൾ വന്നു. ആരുടെയും പാൽ കുടിക്കണില്ല. മൂസാ നബീൻ്റെ ഉമ്മ തന്നെ അറിഞ്ഞു. ഉമ്മ വന്നു, പാൽ കൊടുത്തു. ഫറോവൻ്റെ റിക്വസ്റ്റ്, പ്ലീസ്, മൂസാ നബീൻ്റെ ഉമ്മാനോടെ പ്ലീസ് ഇവിടെ നിൽക്കാവോ? ഈ കുട്ടിനെ കൊല്ലാനാ ഈ ഫറോവ ഇത്രായിരം കുട്ടികളെ കൊന്നത്. എന്നിട്ട് മൂസാ നബീനെ അക്കൊട്ടാരത്തിൽ തന്നെ അള്ളാഹ് വളർത്തിയില്ലേ? കാലത്തെ വായിച്ചാൽ മതി. വജാബു സഖ്റബിൽ വാദ്, പർവ്വതം തുരന്നിട്ട് വീടുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കിയ ആദ് സമൂദ് ഗോത്രക്കാരുണ്ടായില്ലേ? അവരൊക്കെ നിലംപരിശായില്ലേ? തകർന്നുപോയില്ലേ? ഷാഫി ഇമാമിന്റെ കാലത്തെ രാഷ്ട്രീയക്കാരെ ലോകത്ത് ആരെങ്കിലും ഓർമ്മയുണ്ടോ? അബൂ ഹനീഫ തങ്ങളുടെ കാലത്തെ സയന്റിസ്റ്റുമാരെവിടെ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലത്തെ ഭരണാധികാരികൾ എവിടെ? കാലം അവരെയൊക്കെ മറന്നു കളഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ തങ്ങൾ ഇപ്പോഴും കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വാഴുകയും ചെയ്യുന്നു. നീ കാലത്തെ വായിക്കൂ. നിന്റെ പണം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് കാലം നിനക്ക് പറഞ്ഞു തരും, പറയും. കാലത്തെ വായിക്കുന്ന ഒരു മനുഷ്യന് നന്നാവാതിരിക്കാൻ പറ്റൂല. അയാൾ നന്നാവും. എന്തുകൊണ്ട്? കാലം വായിച്ച മനുഷ്യനറിയാം ഗസ്സ ചിരിക്കുന്ന ഒരു കാലം വരുമെന്ന്. കാലത്തെ നമ്മൾ വായിക്കണം, ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കണം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി? എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്? ചരിത്രം പഠിക്കുമ്പോൾ വളരെ വേഗത്തിൽ നമ്മളെ ഹൃദയം ശുദ്ധിയാവും. ഉദാഹരണം ലളിതമായി കൊണ്ടുവരാം. ഒരാൾക്ക് റമദാൻ കഴിഞ്ഞപ്പം തോന്നുകയാണ്, അൽഹംദുലില്ലാഹ് എൻ്റെ ഒക്കെ ഇബാദത്തൊക്കെ നന്മൻ്റെ തട്ടിലൊക്കെ എവിടെയാണ് വെക്കുക? കാരണം 30 ദിവസത്തെ തറാവീഹ് 20, 30 × 20 600 റക്അത്ത്. യാ റബ്ബേ എന്ന് അയാൾക്ക് സ്വന്തത്തെക്കുറിച്ചൊരു ചെറിയൊരു വിചാരം വരുമ്പോഴാണ് അയാൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത് ഡെയിലി 600ഉം 300ഉം സുന്നത്ത് നിസ്കരിക്കുന്ന സൂഫിയാക്കടെ ചരിത്രം. അപ്പം തീരും നമ്മുടെ വിചാരം, തീരും. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ കുറേ മാസമായി സുന്നത്ത് നോമ്പ് എടുക്കണത്, ഇതേ പോക്കാണെങ്കിൽ എവിടെയായിരിക്കും സ്വർഗത്തിലെത്തുക എന്ന്. അപ്പോഴാണ് നഫീസത്ത് ബീവിയുടെ ചരിത്രം വായിക്കണത്. 30 കൊല്ലം സുന്നത്ത് നോമ്പെടുത്ത് വഫാത്തിൻ്റെ അന്ന് വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചപ്പോൾ നിങ്ങൾ എന്താ പറയണത്? ഞാൻ ഇത്രയും കാലം നോമ്പെടുത്ത് ജീവിച്ച എന്നെ നോമ്പോടുകൂടി എൻ്റെ അള്ളാഹുവിനെ കാണാനാ. പിന്നെ അള്ളാഹിനെ കാണാൻ പോകുന്ന ദിവസം മുറിപ്പിക്കാണോ? ഐ ക്യാൻറ്റ്, എന്നെ കൊണ്ടാവില്ല. അപ്പം തീരും നമ്മുടെ വിചാരം. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ 2 മുത്താലിമീങ്ങളുടെ തക്കാഫുൽ ഏറ്റെടുത്തിട്ടുണ്ട്, 25,000 + 25,000 50,000 ഞാൻ ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഹാജിയാർക്ക് തോന്നുമ്പോഴാണ് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു അഹ്ലു സുഫത്തിൽപ്പെട്ട 84 പാവപ്പെട്ട സ്വഹാബിമാർക്ക് ഫുഡ് ഏറ്റെടുത്ത ചരിത്രം വായിക്കണത്. അന്ന് തീരാവുന്ന കേസേ ഉള്ളൂ നമ്മുടേത്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിബറ് വരുന്നുണ്ടെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളോ ഇന്നലകളിൽ ജീവിച്ച ഔലിയാക്കളുടെ സ്മരണികകളോ മഹാന്മാരുടെ അനുസ്മരണ സംഗമങ്ങളോ നമ്മളൊന്ന് ചേർന്ന് നിന്നാൽ മതി. അപ്പോൾ തീരാവുന്ന കേസേ ഉള്ളൂ ഈ കിബറും റിയാഉം വിചാരങ്ങളുമെല്ലാം. അതാണ് വൽ അസ്ർ, കാലം സത്യം. കാലത്തെ വായിക്കൂ, യു ക്യാൻ വിൻ, നിനക്ക് വിജയിക്കാൻ പറ്റും. 2, മൂന്നാമത്തെ ഒരു തഫ്സീറുണ്ട് അവിടെ. വൽ അസ്ർ, അസർ നിസ്കാരം തന്നെ സത്യം. അതെന്തിനാ സ്പെസിഫൈ ചെയ്തിട്ട് 5 വക്ത് നിസ്കാരത്തിൽ അസറിനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തേക്കണത്? അതെന്തിനാ? അതെ, അസർ നിസ്കാരം മിക്കവാറും ആൾക്കാർ അവ്വൽ വക്ത് അഥവാ ആദ്യ സമയം അല്ലെങ്കിൽ ജമാഅത്ത് മിസ്സാക്കുന്നവരായിരിക്കും. ഒന്നുകിൽ ജോലി തിരക്കുകൊണ്ട്, നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഉച്ചവരെ ഡ്യൂട്ടി ഉള്ളൂ എങ്കിൽ ളുഹർ നിസ്കരിച്ചിട്ട് ഒരു ഉറക്കം പാസ്സാക്കിയിട്ടെങ്കിലും അസർ നിസ്കാരം മിക്ക ആൾക്കാരും ജമാഅത്ത് മിസ്സാക്കുന്നവരോ അവ്വൽ വക്ത് നഷ്ടപ്പെടുത്തുന്നവരോ ആയതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് വൽ അസ്ർ, അസർ നിസ്കാരം സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാ ഞാനാ സത്യം ചെയ്യുന്നത്, കണ്ടതും കേട്ടതും സത്യം ചെയ്യുന്ന ആളല്ല ഞാൻ.
ഓർമ്മിച്ചോളണം, അസ്ർ നിസ്കാരത്തിന് ഗൗരവത്തിൽ കാണണം. നാലാമതൊരു തഫ്സീറുണ്ട് വൽ അസ്റിന്. അതെന്താ തഫ്സീർ? വൽ അസ്ർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച അതിമനോഹരമായ കാലമുണ്ടായിരുന്നു. ആ കാലമെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള കാലമാണ്. ഏത് ശത്രുവും മുത്തുനബി തങ്ങളെ കണ്ടാൽ മിത്രമാവുന്ന ഒരു കാലം. കൊല്ലാൻ വേണ്ടി വന്നയാൾ ഏറ്റവും മികച്ച അനുയായിയായി രൂപപ്പെട്ടു വരുന്ന കാലം. ശത്രുത മനസ്സിൽ കൊണ്ട് നടന്ന് മോർട്ടൽ എനിമിയായി കടാര കൊണ്ട് ഒറ്റക്കുത്തിൽ കീഴ്പ്പെടുത്തണമെന്ന് വിചാരിച്ചയാൾ നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് ഏറ്റവും ഈ ഭൂമി ലോകത്ത് ഇഷ്ടപ്പെട്ടയാൾ നബിയെ തങ്ങളാണെന്ന് വിളിച്ചു പറയുന്ന അതിവിശാലതയുടെ സൗന്ദര്യമുള്ള ഒരു കാലം. വൽ അസ്ർ, വൽ അസ്ർ. കറവ പശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മോനെ, നിന്റെ നഖം വെട്ടിയിട്ടാവണം പോകേണ്ടത്, നിന്റെ മൂർച്ചയുള്ള നഖം കൊണ്ട് അതിന് അകിടിന് വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ സ്നേഹമസൃണമായ കാലം. ഓ, നിസ്കരിച്ചാൽ മാത്രം പോരടോ, നോമ്പെടുത്താൽ മാത്രം പോരമോളെ, പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, നരകം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഥ പറഞ്ഞു തന്ന കാലം. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയ കഥ പറഞ്ഞ കാലം. ആ കാലം എന്തൊരു മനോഹരമായിരിക്കും ആ കാലം. അതാണ് നബി തങ്ങൾ തന്നെ പറഞ്ഞത്, ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ കാലമാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കാലം. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഇങ്ങനെയൊക്കെ സത്യം ചെയ്തിട്ട് അള്ളാഹ്ക്ക് ഇപ്പം എന്താ പറയാനുള്ളത്? അള്ളാഹ്ക്ക് എന്താ പറയാനുള്ളത്? അള്ളാഹ്ക്ക് പറയാനുള്ളത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്മാരെന്താടി ഇങ്ങനെ? എത്ര വഅള് പറഞ്ഞു കൊടുത്താലും അവനെന്താ ഫലിക്കാത്തത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അവൻ പരാജിതനാണ്. അവിടെ 3 വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, തെറ്റുകുറ്റങ്ങളിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ പരാജിതരാണെന്ന് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ ബോധ്യപ്പെടുത്തുന്ന 1-ാം വ്യാഖ്യാനം. തെറ്റുകുറ്റങ്ങളിലായി ജീവിതം നയിക്കുന്നവർ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഈ മജ്ലിസുൽ ആത്തുറിൻ്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു വരുമാറാവട്ടെ. ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് മഗ്ഫിറത്ത് ലഭിക്കും എന്നുള്ളത്, പാപമോചനം. അള്ളാഹുവേ, നീ പുറത്തു തരണേ റഹ്മാനെ. ഹറാമുകളില്ലാത്ത നല്ല ജീവിതം, നീ ഇഷ്ടപ്പെടുന്ന ജീവിതം നമുക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജിതനാണ് എന്ന് പറഞ്ഞാൽ അവൻ തെറ്റുകുറ്റങ്ങളുടെ ലോകത്താ. അടിച്ചുപൊളിയാണ് അവന്റെ ജീവിതം, അടിച്ചു പൊളിക്കല് തന്നെ. ഉസ്താദെ, ലാസ്റ്റ് ഇയർ അല്ലേ ഡിഗ്രി, അടിച്ചു പൊളിക്ക, ലൈഫ് ഫോർ എൻജോയ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ലേ. എന്തിനാ ഈ കുറെ റെസ്ട്രിക്ഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളൊക്കെ? അടിച്ചു പൊളിക്കല് തന്നെ. നന്നാവലൊക്കെ പിന്നെ ക്യാമ്പസ് കാലം കഴിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് നന്നാവണം എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ, ഗ്രന്ഥങ്ങളിൽ കാണാം, അയാൾ വരുന്ന വഴിയിൽ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു. എവിടെ പോവാ? ഇസ്ലാം സ്വീകരിക്കണം. ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാം സ്വീകരിക്കണം. അപ്പം ഇയാൾ അറിയാം, അല്ലെങ്കിൽ ഇസ്ലാം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അത് ശരിയല്ലല്ലോ. ഇയാളോട് ഇപ്പം എന്തു പറയും? ഇസ്ലാം സ്വീകരിച്ചാൽ തണ്ണി അടിക്കാൻ പറ്റില്ല, കള്ളു പിടിക്കാൻ പറ്റില്ല. ഓ, അങ്ങനുണ്ട്. അതെ, എന്നൊരു കാര്യം ചെയ്യാം, ഇക്കൊല്ലം ഏതായാലും കുടിച്ച് തിമിർത്താടാം. ഏതായാലും ഫൈനൽ ഇയർ അല്ലേ ഡിഗ്രി, ഉദാഹരണം. ഇക്കൊല്ലം ഏതായാലും അടിച്ചു പൊളിക്കാം. അടുത്ത കൊല്ലം ഏതാകാം, റമദാൻ തൗബയൊക്കെ ശരിയാവാന്നൊക്കെ പറയണ പോലെ അടുത്ത കൊല്ലം ശരിയാവാം. ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ കുതിരപ്പുറത്തുനിന്ന് വീണു മരിച്ചു. നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള കഥയാണ് എന്ന് മഹത്തുക്കൾ ഈ ചരിത്രത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതാ ഖുർആൻ പറയണത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരെ പരാജിതരാണ്. എത്രയാ വഅള് അവർ കേൾക്കണത്,
യൂട്യൂബിൽ നിന്ന് തന്നെ 5 ഉസ്താദുമാരുടെ വയത് കേട്ടാൽ അതേ യൂട്യൂബിൽ തന്നെ സിനിമ കാണുക. എന്താടാ ഇവന് കാണുന്നത്? എന്തപ്പോൾ കാണുന്നത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സമയം എത്രയായി എന്ന് നോക്കാൻ ഫോൺ എടുത്തിട്ട് സമയം പോയതറിയാത്ത ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നവർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ ആയത്ത് നമ്മൾ കേൾക്കണം. തെറ്റുകുറ്റങ്ങൾ, ഈ തെറ്റുകുറ്റങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ഹറാമായ വീഡിയോ കാണണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ, എന്ത്, ഈ കോമഡി കണ്ടാലോ, ഈ ഹറാമ് കണ്ടാലോ, ഇങ്ങനെ ഹറാമ് വീഡിയോ ചെയ്താലോ, അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട 2-3 വിചാരങ്ങളുണ്ട്. ഒന്നാമത്തെ വിചാരം, സൂറത്തുൽ ഫുർഖാൻ നമ്മളുമായി പങ്കുവെക്കുന്നു. ഈ വീഡിയോ ഓൺ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പ് നീ തന്നെ നിന്നോട് ചോദിക്കുക, അദാലിക ഖൈർ, ഈ 10 മിനിറ്റത്തെ ഹറാമായ വീഡിയോ ആണോ, അവളോട് സംവദിക്കലാണോ ഖൈർ, നല്ലത് അല്ല? അടുത്ത ഓപ്ഷൻ, അം ജന്നത്തുൽ ഖുൽദി ലതി വഉദൽ മുത്തഖൂൻ, കോടാനുകോടി കാലം അനുഭവിക്കേണ്ട സ്വർഗമാണോ നല്ലത്? നീ ഒന്ന് പറഞ്ഞിട്ട് ഉത്തരം. 10 മിനിറ്റത്തെ ചെറിയ സുഖമാണോ നല്ലത്, കോടാനുകോടി കാലം അനുഭവിക്കേണ്ട സ്വർഗമാണോ നല്ലത്? അപ്പം മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉത്തരം വരും. എന്തുത്തരം വരും? കോടി 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 എന്നത് 1 കോടിയോ 2 കോടിയോ 10 കോടിയോ കൊല്ലം, അങ്ങനെ കോടി 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 എന്ന് പറഞ്ഞാലും തീരാത്ത കാലമാണ് സ്വർഗം. ഈ സ്വർഗത്തിൽ പോക്കന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് മുഅ്മിനിൻ്റെ ഹൃദയം ഉത്തരം നൽകും.